ഹായ് ഹലോ എല്ലാവർക്കും ബബ്ലു ആൻഡ് ജ്യൂസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ ഭയങ്കര സന്തോഷമാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര സന്തോഷമൊന്നുമില്ല. കാരണം ഞാൻ എപ്പോഴും എവിടെയെങ്കിലും പോകുന്ന സമയത്ത് ഞാൻ കൂടുതലും ഫാമിലി ആയിട്ട് തന്നെയാണ് പോകാറുള്ളത്. എനിക്ക് ഫ്രണ്ട്സ് എന്ന് പറയാനായിട്ട് ഒരുപാട് ഫ്രണ്ട്സൊന്നുമില്ല, വളരെ കുറവ് ഫ്രണ്ട്സേ എനിക്കുള്ളൂ. അപ്പോൾ ഈ പറയുന്ന പോലെ ഇവരോട് എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞു. പിന്നെ കുറച്ച് ദിവസത്തേക്ക് ഞാൻ വീട്ടിലുണ്ടാവില്ല, അതുകൊണ്ട് തന്നെ വീട്ടിൽ കുറേ കാര്യങ്ങൾ ചെയ്തു വെക്കേണ്ടതുണ്ട്. ഏട്ടൻ എന്നോട് പറഞ്ഞു ഒന്നും ഉണ്ടാക്കണ്ട, നിനക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുള്ളൂ പോണേ ദിവസം. പക്ഷേ എന്നാലും അവരത്രയും ദിവസം പുറത്തുനിന്ന് ഫുഡ് കഴിക്കുക എന്ന് പറയുന്നത് അത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് കുറച്ച് ഐറ്റംസ് എല്ലാം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നീട് അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അവർക്ക് പുറത്തുനിന്ന് വാങ്ങാമല്ലോ. പ്രിപ്പയർ ചെയ്ത ഐറ്റംസ് എല്ലാം കുറച്ച് ദിവസം ഇരിക്കുന്ന രീതിയിലാണ് കേട്ടോ. കുടംപുളി ഇട്ട മീൻകറിയാണ് വെച്ചത്. പിന്നെ അത് കൂടാതെ തന്നെ ചെമ്മീനും പച്ചക്കായും കൂടി വറുത്തരച്ചിട്ടുള്ള ഒരു കറിയും, പിന്നെ അത് കൂടാതെ സാമ്പാർ വറുത്തരച്ച് കഴിച്ചു. അപ്പോൾ അത് അവർക്ക് ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒക്കെ യൂസ് ചെയ്യാമല്ലോ. പിന്നെ അപ്പമാണ് പിന്നെ ഉണ്ടാക്കി വെച്ചത്. പിന്നെ മോരുകറി അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും ലാസ്റ്റേക്ക് ആകുമ്പോൾ എടുത്തു തുടങ്ങിയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവർക്ക് ഫുഡിനോട് അങ്ങനെ വലിയ ഒരു ഇതൊന്നുമില്ല. എന്ത് കൊടുത്താലും ഇവർ രണ്ടുപേരും കഴിച്ചോളും, ഇന്നതേ കഴിക്കൂ അങ്ങനത്തെ ഒരു ഇതൊന്നുമില്ല. ഇന്ന് ഞാൻ സാമ്പാർ വെച്ചപ്പോൾ വെണ്ടയ്ക്കൊക്കെ ഒഴിവാക്കിയിട്ടാണ് കേട്ടോ. ഉരുളക്കിഴങ്ങും മത്തങ്ങ അങ്ങനത്തെ ഐറ്റംസ് മാത്രമേ ഞാൻ അതിൽ ആഡ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഫിഷ് ഫ്രൈ ചെയ്യാനായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്, അത് ഏട്ടൻ ഫ്രൈ ചെയ്തോളും. പിന്നെ ചിക്കൻ ആണെങ്കിലും ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ബീഫാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ബീഫൊക്കെ നല്ല രീതിയിൽ കുറച്ച് ഡ്രൈ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഇവരെല്ലാം ചൂടാക്കി എല്ലാം കഴിച്ചോളും. പിന്നെ തലേ ദിവസം ഞാൻ ഉഴുന്നും അരിയെല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പത്തിനുള്ള മാവ് അരച്ച് വെച്ചിട്ടുണ്ട്. കൂടാതെ ദോശയ്ക്കുള്ള ഇഡ്ഡലിക്കുള്ള മാവ് അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർക്കത് ഇത്രയും ദിവസത്തേക്കുള്ള ഒരു മാവും കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ അതിന് ശേഷം ഞാൻ ഏട്ടന് ഇതെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. ഫ്രിഡ്ജിൽ ഇന്നതെല്ലാം ഇന്ന സ്ഥലത്തുണ്ട്, ഏതാണ് ആദ്യം എടുക്കേണ്ടത് എന്നുള്ളതെല്ലാം ഞാൻ കാണിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ടൊക്കെ അവരത് പ്രിപ്പയർ ചെയ്തോളും. ഫുഡെല്ലാം ഞാൻ ഫുഡ് കണ്ടെയ്നേഴ്സ് മേടിച്ചിട്ട് അതിലാണ് കേട്ടോ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അവർക്ക് അതാത് ദിവസങ്ങളിൽ ഇത് ഇത്രയൊന്നും അവർക്ക് വേണ്ട എങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആവശ്യത്തിന് അന്നന്ന് വേണ്ടത് മാത്രം എടുത്ത് ചൂടാക്കിയാൽ മതി എന്നുള്ളതെല്ലാം. ഇത് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ എത്രത്തോളം ഇത് പ്രാവർത്തികമാകുമെന്ന് എനിക്കറിയില്ല. കേടൊന്നും വരില്ല, കാരണം കേട് വരാനുള്ള ഒരു സാധനം നമ്മൾ ചെയ്തിട്ടില്ല. പിന്നെ ഫിഷ് ആണെങ്കിലും ഫ്രൈ ചെയ്യാനായിട്ടും ചിക്കൻ ആണെങ്കിലും ഫ്രൈ ചെയ്യാനായിട്ടുള്ളതും വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഏട്ടൻ ചെയ്തോളും. പിന്നെ മോൾക്ക് ചിക്കൻ അതൊക്കെ രാവിലെ സ്കൂളിൽ അങ്ങനെ കൊടുത്തു വിട്ടാൽ മതി. സാമ്പാർ കുറച്ച് ദിവസമൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഇനി എന്തെങ്കിലും കേട് വന്നാലോ എന്ന് കരുതി ഞാൻ കുറച്ച് ചമ്മന്തിപ്പൊടിയും കൂടി ഉണ്ടാക്കി വെച്ചു കേട്ടോ. ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. അപ്പോൾ നാളെ രാവിലെയാണ് ഫ്ലൈറ്റ്. ബാക്കി യാത്രാ വിവരണങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു സോ മച്ച്.